ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ ഇന്ന് നമ്മൾ അടിപൊളി ഒരു പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഫേസിലൊന്നും നമുക്ക് ഇടണ്ട. എപ്പോഴും നമ്മുടെ ഫേസ് മാത്രം അങ്ങോട്ട് സൗന്ദര്യമൊക്കെ കൂടി ഇരുന്നാൽ മതിയോ? അപ്പോഴിന്ന് നമുക്ക് നമ്മുടെ ചുണ്ടിനെ ഒന്ന് സുന്ദരമാക്കാം കേട്ടോ. സുന്ദരിയോ സുന്ദരന്മാരോ ഒക്കെ ആക്കാം കേട്ടോ. സുന്ദരിമാരുടെ ചുണ്ടും സുന്ദരന്മാരുടെ ചുണ്ടും ഇന്ന് നല്ല അടിപൊളിയാക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോഴേ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി സന്തോഷം. പിന്നെ ഒത്തിരി നമ്മുടെ അടുത്ത് എന്നോട് ഒത്തിരി ചോദ്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷം. എന്തായാലും നല്ല സന്തോഷത്തോടെ തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ ഒക്കെ തരുന്നത് കേട്ടോ. എൻ്റെ അടുത്ത് ചോദിക്കുന്നതൊക്കെ എല്ലാവർക്കും ചോദിക്കാം. ഞാൻ ഒളിച്ചു വയ്ക്കുകയോ ഒന്നും ചെയ്യത്തില്ല. നമ്മുടെ കുഞ്ഞു അറിവുകളും എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരും. എൻ്റെ കുട്ടികൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. കുട്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ വരാമെങ്കിൽ ഞാൻ തരാം എല്ലാവർക്കും, ചേച്ചിമാർക്കും അനിയത്തിമാർക്കും. പിന്നെ കുപ്പിവളയൊന്നും ഇടാൻ നമുക്കൊരു പ്രായമൊന്നും ഇല്ല കേട്ടോ. എപ്പോൾ വേണേലും നമുക്കിടാം. അപ്പോൾ നമ്മൾ പഠിച്ച സമയത്തൊക്കെ ഞാൻ ഇട്ടുകൊണ്ട് നടന്നേ. പിന്നെ നമ്മളതങ്ങ് നിർത്തി. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളതങ്ങ് നിർത്തി. പിന്നെ ഇപ്പം വീഡിയോ ഒക്കെ ആദ്യമൊന്നും നമുക്ക് അങ്ങനെ കുപ്പികളെ സത്യം പറഞ്ഞ കടയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തുടങ്ങിയ സമയത്ത് പിന്നെ ആദ്യമായിട്ടൊരു ചുവന്ന കുപ്പികളെ ഞാൻ വാങ്ങിച്ചു. അങ്ങനെ ഞാൻ ഇട്ടുകൊണ്ട് നടന്നു. ഒരുപാട് ആൾക്കാർ എൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചിടാൻ തുടങ്ങി. എനിക്ക് എങ്ങോട്ടും ഇറങ്ങണ്ട. ഈ കുപ്പികളൊക്കെ അകത്തൊക്കെ കണ്ട് നല്ല ചുമന്നിരിക്കുന്ന ഒരു കുപ്പികളായിരുന്നു. ഞാൻ ഇടയ്ക്ക് അത് കാണിക്കാറുണ്ട്. ഇപ്പോഴും എൻ്റെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ കുപ്പികളെ എങ്ങോട്ട് ഇടാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതില്ലാതെ ഞാൻ എപ്പോഴും ഇത് ഊരി വയ്ക്കുന്ന ഒരു പരിപാടിയേ ഇല്ല കേട്ടോ. അപ്പോൾ കുപ്പികളെ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ കുപ്പികളെ ഇടുന്നത്. അല്ലാതെ തമിഴത്തെയോ തെലുങ്കത്തെയോ കന്നഡത്തെയോ ഇങ്ങനെയൊക്കെ എന്നോട് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും നമ്മുടെ വീട് അടൂർ കടമ്പനാട് 7-ാം മൈലാണ് കേട്ടോ. അതും ചോദിക്കുന്നുണ്ട് കൂട്ടുകാർ. പിന്നെ എൻ്റെ താലി ഇഷ്ടമാണെന്ന്. ഓരോരുത്തരുടെ ഓരോ ഇഷ്ടങ്ങളല്ലേ. നമ്മളെ കാണുമ്പം പലരും പെണ്ണുങ്ങളല്ലേ നമ്മുടെ മൂക്ക് കണ്ണ് വായ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ കുശുമ്പ് പിടിച്ച ഒത്തിരി എണ്ണവും ഉണ്ട്. എൻ്റെ പൊന്നെ എനിക്ക് എന്നെ പൊങ്കാലയ്ക്കിടാൻ വരുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട് കേട്ടോ. എന്നാലും സന്തോഷമായിട്ട് തരുന്ന കമൻറ്റുകൾ സന്തോഷമായിട്ട് തന്നെ അത് കേട്ട് സ്വീകരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളെ വിഷമിപ്പിക്കാനായിട്ട് കുറച്ച് അവർ രണ്ടും കൽപ്പിച്ചിറങ്ങിയേക്കുവാണ്. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ വന്ന് പൊയ്ക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ കുപ്പിവലയുടെ വിശേഷങ്ങൾ. പിന്നെ ഇന്നത്തെ അവിടെ കമൻറ്റിനകത്ത് സിന്ദൂരം എന്തുവാടാ എനിക്കറിയത്തില്ല. ഞാനത് പേരെന്താണ് നമ്മളിങ്ങനെ ടിന്നിനകത്ത് വാങ്ങിക്കത്തില്ലേ, കമ്പനി കേട്ടോ. കമ്പനി ഐറ്റമാണിത് സിന്ദൂരം. ഞാൻ അല്ലാത്ത വാങ്ങിക്കത്തില്ല. എനിക്കത് ഇഷ്ടം. അത് നമ്മൾ സിന്ദൂരം ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തില്ല, അങ്ങ് പറന്നു പോകും കേട്ടോ. ഇത് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. അത് ഞാൻ ഇനി നോക്കിയിട്ട് പറയാം കേട്ടോ സിന്ദൂരത്തിൻ്റെ കാര്യം. കുഞ്ഞുങ്ങളുടെയൊക്കെ ഓരോ സംശയങ്ങളെ. അപ്പോഴും നമുക്ക് ഇന്നത്തെ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങാം. ഇപ്പം തന്നെ പറയും തള്ളേ വലിച്ചു നീട്ടാതെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേഗം കൂടി പോയിക്കോളാം കേട്ടോ. അപ്പോഴിന്ന് നമുക്ക് നമ്മുടെ ചുണ്ടൊക്കെ സുന്ദരമാക്കാം. കൂടുതലും സ്ത്രീകൾക്ക് ഏത് സമയത്താണെന്നറിയാമോ ചുണ്ടുകളൊക്കെ കറക്കാൻ തുടങ്ങിയത്? നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ആണ് കൂടുതലും നമ്മുടെ കഴുത്തിന് ബാക്കി. എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് കറക്റ്റായിട്ട് പറയുന്നത്. നമ്മുടെ ചുണ്ടുകളൊക്കെ കറക്കും. നമ്മുടെ ഈ കഴുത്ത് ഭാഗമൊക്കെ നന്നായിട്ട് കറക്കും കേട്ടോ. അത് ചിലപ്പം ഇങ്ങനെ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ പ്രായമായ നമ്മുടെ അമ്മമാരൊക്കെ പറയത്തില്ലേ, അത് അവളുടെ വയറ്റിൽ കിടക്കുന്നത് ആണാ പെണ്ണാന്നൊക്കെ. അവരിതൊക്കെ നമ്മുടെ ഓരോ ഇതൊക്കെ നോക്കിയിട്ട് പഴയ കാലത്ത് നമ്മുടെ അമ്മമാരും എല്ലാവരും പറയുന്നത് കേട്ടോ. എനിക്കും മോൻ്റെ സമയത്ത് ഇതേപോലെ കഴുത്തിന് നന്നായിട്ട് കറുപ്പായി ഈ ചുണ്ടുകളൊക്കെ നന്നായിട്ട് കറക്കാൻ തുടങ്ങി കേട്ടോ. ആ സമയത്താണ് നമുക്ക് കൂടുതലായിട്ടും ഈ ചുണ്ടിന് കറുപ്പ് വരുന്നത്. പിന്നെ ചിലത് ഈ സൂര്യപ്രകാശത്തിൻ്റെ ഇതും കേട്ടോ. പിന്നെ ചിലർ
ആണുങ്ങളിൽ പിന്നെ മദ്യപാനം, പുകവലി അതും കൊണ്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെയൊക്കെയുള്ളവർക്ക് കൂടുതലായിട്ട് നമ്മൾ ചുണ്ട് കറുത്തതായിട്ട് തോന്നുന്നേ. സ്ത്രീകളുകൊണ്ടും സിഗരറ്റ് വലിക്കുന്നത് പറയേണ്ട ആരോടും കേട്ടോ. പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ സിഗരറ്റൊക്കെ പുകച്ചുകൊണ്ടായിരുന്നു നടക്കുന്നത്. നമ്മളൊക്കെ നല്ല പിള്ളേരായിട്ടോ. ഇനിയിപ്പം പുകയ്ക്കാനൊന്നും പോകേണ്ട ആരും കേട്ടോ. ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് അപ്പോഴങ്ങനെയും ചിലപ്പം ചുണ്ടുകളൊക്കെ കറക്കാൻ തുടങ്ങും. പിന്നെ ഒരിക്കലും നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷും കൊണ്ട് ആരും നമ്മുടെ ചുണ്ടിൽ ഒരു പരിപാടിയും നടത്തരുത് കേട്ടോ. നമുക്ക് സോഫ്റ്റായിട്ടുള്ള തോലാണ് ചുണ്ടിൻ്റെയൊക്കെ കേട്ടോ. അത്ര നല്ല സോഫ്റ്റാണ്. നമ്മൾ തൊട്ടാൽ തന്നെ നമ്മൾ പഞ്ഞി പോലെ ഇരിക്കുമല്ലേ നമ്മുടെ ചുണ്ട്. എൻ്റെ ചുണ്ട് പഞ്ഞി പോലെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ വേറെ ആരുടെയും ചുണ്ട് നോക്കിയിട്ടില്ല. പക്ഷേ നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷ് കൊണ്ട് ഒരിക്കലും നമ്മുടെ ചുണ്ടുകൾ ഒന്നും ചെയ്യരുത് കേട്ടോ. ഇങ്ങനെയൊക്കെ തേക്കും. പക്ഷെ അതൊക്കെ ഡോക്ടർമാരോട് നിങ്ങൾ ചെന്ന് ചോദിക്കുക, അവർ ഓടിച്ചിട്ടടിക്കും നമ്മളെ കേട്ടോ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മൾ സോഫ്റ്റായിട്ടുള്ള സ്കിന്നാണ് നമ്മുടെ ഈ ചുണ്ട് ഭാഗമൊക്കെ കേട്ടോ. അപ്പോഴങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ. അല്ലാതെ നമുക്ക് അടിപൊളിയാക്കാം, നമ്മുടെ ചുണ്ടുകൾ സുന്ദരമാക്കാം. അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ചിലരൊക്കെ നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളൊക്കെ ഒരുങ്ങി പോകുന്നത് എന്താരെങ്കിലുമൊക്കെ ഒന്ന് നോക്കണം. അതിനായിട്ട് തന്നെ കേട്ടോ. അതിനായിട്ട് തന്നെ നമ്മൾ ഒരുങ്ങി കെട്ടിയൊക്കെ നടക്കുന്നത്. അപ്പോഴേ ഇന്ന് നമ്മുടെ ചുണ്ട് സുന്ദരമാക്കാൻ എടുത്തിരിക്കുന്ന സംഭവങ്ങളെന്ന് വെച്ചാൽ എല്ലാവരുടെയും വീട്ടിൽ ചെറിയ ഉള്ളി കാണുമല്ലോ. കടുവ ഇറക്കാൻ എന്തായാലും ചെറിയ ഉള്ളി എല്ലാവരുടെയും വീട്ടിൽ വാങ്ങിക്കും. അതോ വാങ്ങിക്കത്തില്ലയോ? സത്യം പറഞ്ഞു, മടിച്ചികളാണ് ചെറിയ ഉള്ളി വാങ്ങിക്കാത്തത്. ഞാൻ മടിച്ചു പോകുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ചെറിയ ഉള്ളിയുണ്ട്. ആ ചെറിയ ഉള്ളി നന്നായിട്ട് ഞാനിതിപ്പം ഇടിച്ചു പിഴിഞ്ഞതാട്ടോ. അല്ലാതെ നമ്മൾ മിക്സിയുടെ ജാറിനകത്തൊന്നും എടുക്കേണ്ട. ഒരു കുഞ്ഞൊരു സ്പൂണിനകത്ത് എടുക്കുന്നതിന് എന്താ, നമ്മൾ ഇടിച്ച് പിഴിഞ്ഞാൽ മതി. ആ ഇടിച്ച് പിഴിഞ്ഞ ചെറിയ ഉള്ളിയുടെ നീരും നമ്മൾ കൂട്ടത്തിൽ എന്താണ് ചേർക്കുന്നത്, നമ്മുടെ എന്നും നമ്മൾ എടുക്കുന്നതാണ്. നമ്മുടെ സൗന്ദര്യത്തിന് വേണ്ടി എടുക്കുന്ന സംഭവം തേനും കൂടെ ചേർത്ത് നിങ്ങൾ ഇടവിട്ട് അങ്ങോട്ട് ചുണ്ടമേൽ അങ്ങോട്ട് തൂത്ത് കൊടുത്തു. നിങ്ങളുടെ ചുണ്ടൊക്കെ സുന്ദരമാകും കേട്ടോ. ഇത് കൂടുതലായിട്ട് രാത്രിയിലാണ് തേച്ച് കിടക്കേണ്ടത്. പക്ഷേ രാത്രിയിൽ നമ്മൾ ഉറങ്ങിപ്പോകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടാനൊക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ പകൽ സമയങ്ങളിൽ നമ്മൾ ജോലി എടുക്കുമ്പോഴായാലും അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതാ ഇങ്ങനെ ഞാൻ എടുക്കാം, സ്പൂണിനകത്ത് എടുക്കട്ടെ കേട്ടോ. നമ്മൾ ഇങ്ങനെ എന്തായാലും ഉള്ളിനീര് എടുത്ത് വെക്കണം. എന്നിട്ട് നമുക്കത് മിക്സ് ചെയ്യുമ്പോൾ കുറേശ്ശെ അങ്ങനെ മിക്സ് ചെയ്ത് വെക്കേണ്ട കേട്ടോ. മിക്സ് ചെയ്ത് വെക്കേണ്ട. ഇത് ഒന്ന് തുറന്നോട്ടെ. നമ്മുടെ തേനിൻ്റെ കുപ്പി മിക്സ് ചെയ്ത് വെക്കേണ്ട രണ്ടും കൂടെ കേട്ടോ. നമ്മളിങ്ങനെ തേക്കാൻ നേരം മാത്രം ഇത് മിക്സ് ചെയ്ത്, ഇത് രണ്ടും കൂടെ ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ. നമ്മുടെ ചുണ്ടിനിടാൻ പാകത്തിൽ നമുക്കറിയാമല്ലോ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണ്ട ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നോ കേട്ടോ. ഇത് ചുണ്ടുമ്പെന്ന് തന്നെ പോകുമ്പോൾ നമുക്കറിയാമല്ലോ, വലിഞ്ഞ് വരുമ്പോൾ നമുക്കറിയാമല്ലോ പോകുമ്പോഴേ. അതിങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുക്കും. നമ്മളിങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് അന്ന് നമ്മുടെ അമ്മാമ്മമാരും ഒക്കെ പറഞ്ഞു തരുന്നേ, കൊച്ചിൻ്റെ ചുണ്ടൊക്കെ കറുത്തങ്ങ് ഇരിക്കുന്ന ഈ കുഞ്ഞിന് ഇച്ചിരി ഉള്ളിനീരൊക്കെ ഇങ്ങോട്ട് പിഴിഞ്ഞ് ഇതും കൂടെ ചേർത്ത് അങ്ങോട്ട് കൊടുക്കടി പെണ്ണേന്നൊക്കെ നമ്മുടെ അമ്മമാരോട് പറയും കേട്ടോ. അപ്പോഴും നമ്മുടെ അമ്മമാരായാലും നമ്മൾ മടിച്ചുകൾ അല്ലെങ്കിൽ നമുക്കും ഇത് തേക്കാം കേട്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ടേസ്റ്റ് ആണല്ലോ. നമ്മൾ ഇച്ചിരി കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഒട്ടും കട്ടില്ലാത്ത സ്കിന്നായിട്ടാ നമ്മുടെ ഈ ചുണ്ട്. നല്ല സ്പോഞ്ച് മാതിരി ഇരിക്കുക കേട്ടോ. പിന്നെ ഈ വരണ്ടുണങ്ങുന്ന ആ സമയത്തൊക്കെ നമുക്ക് വരണ്ടുണങ്ങുമല്ലോ. ചിലർക്കാണെങ്കിൽ ചൂട് സമയത്ത് ചുണ്ടുകൾക്ക് വരൾച്ച വരുമല്ലോ, ഇങ്ങനെ വെടിച്ച് കീറുമല്ലോ. അതിനൊക്കെ നമുക്ക് ഒത്തിരി മരുന്നുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതുമാതിരി ഉള്ളത് കേട്ടോ. നമ്മുടെ അമ്മാമ്മമാരൊക്കെ പറഞ്ഞു തന്നത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് നിങ്ങൾ വായിരിക്കത്തില്ല കേട്ടോ. നമ്മളൊക്കെ തോണ്ടിപ്പറിച്ചങ്ങ് തിന്ന് കൊതിച്ചുകളല്ലേ ആണല്ല ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുക്കണം. ഒരു സമയത്തല്ല, നമ്മളിത് ഉണങ്ങി വരുമ്പോൾ നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുത്തുകൊണ്ടേ നിങ്ങളിരിക്കണം കേട്ടോ. പിന്നെ ഈ
നമ്മുടെ വില കുറഞ്ഞ ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾ തേക്കുമല്ലോ, അങ്ങനെ നമുക്ക് ഈ ചുണ്ടിലുടെയൊക്കെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെടും കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ചുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചുണ്ട്. നമ്മൾ ലോക്കൽ ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഒന്ന് ചെയ്ത് കേട്ടോ. ഇപ്പം നമ്മൾ വാങ്ങിക്കുക നല്ല കമ്പനിയുടെ തന്നെ വാങ്ങിച്ച് നമ്മൾ പരട്ടണം കേട്ടോ. അതേ ഇങ്ങനെ തുടരെ നമ്മൾ ഇട്ടുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. ഇച്ചിരിയൊക്കെ നമ്മുടെ വായിലൊക്കെ പോകും, സാരമില്ല. തേന് ചെറിയ ഉള്ളിയും കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്നറിയോ? ഇതൊക്കെ നാട്ടുവൈദ്യം കേട്ടോ, പണ്ടത്തെ നാട്ടുവൈദ്യം. അതെ, ഞാൻ ഒത്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നീര്. ഇത്രയും നീരെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴും ഓരോ സ്പൂണ് നിങ്ങൾ തേനും ഇതും കൂടെ മിക്സ് ചെയ്തങ്ങ് പരട്ടിക്കൊണ്ടാൽ മതി കേട്ടോ. ഒരു ദിവസം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങ് പരട്ടിക്കൊണ്ടിരിക്കണം. രാത്രി വേണ്ട, രാത്രി ചിലപ്പം ചേട്ടന്മാരൊക്കെ അബദ്ധവശാൽ വന്നു കഴിഞ്ഞാൽ ആ കുളമാവും. തേനും കൂടാണ് കേട്ടോ. പിന്നെ ഉറുമ്പ് നമ്മൾ എടുത്തോണ്ട് പോകും. രാത്രിയിലൊന്നും വേണ്ട എന്തായാലും കേട്ടോ. പകലാണെങ്കിലും ചേട്ടന്മാരുടെ അടുത്തൊന്നും ഇതിൻ്റെ തേച്ചുകൊണ്ടൊന്നും പോകണ്ട, ഞാൻ പറഞ്ഞേക്കാം. വെറുതെ അടിയൊന്നും കൊണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടാ ഇങ്ങനെ ചെയ്തേ നങ്ങാണം നിങ്ങൾ പറഞ്ഞാൽ എനിക്കായിരിക്കും വഴക്ക് കിട്ടുന്നത്. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇങ്ങനെ അങ്ങ് തേച്ചുകൊണ്ട് നിന്നാൽ മതി കേട്ടോ. ഇങ്ങനെ തോര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ചുണ്ടിന് നല്ല വ്യത്യാസം വരും. ഞാൻ പറഞ്ഞ ബ്രഷുമേ ഒന്നും തേക്കരുത്. നമ്മുടെ ചുണ്ടൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അതൊക്കെ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു സംഭവമാണ് നമ്മുടെ ചുണ്ടെന്ന് വെച്ചാൽ കേട്ടോ. എല്ലാവരും കാണാം, മുഖം നോക്കി ആദ്യം നമ്മൾ സംസാരിക്കുന്നതല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ആരോടെങ്കിലും ഇപ്പം ഞാൻ തന്നെ നിങ്ങളുടെ അടുത്ത് വർത്താനം പറയും. നിങ്ങൾ ചിലപ്പോൾ എൻ്റെ ചുണ്ടായിരിക്കും, അല്ലാതെ തന്നെ ആണെങ്കിലും എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്തെങ്കിലുമൊക്കെ ഇവർക്ക് പോരായ്മകളുണ്ടോയെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ നിങ്ങളൊക്കെ. അപ്പോഴാദ്യം നമ്മൾ നോക്കുന്നത് എന്താ? നമ്മുടെ ചുണ്ടും നമ്മുടെ കണ്ണൊക്കെ പോകുന്നത് ഇങ്ങനെ തിരുവാതിരയാണോ ഒപ്പനയാണോ, പിന്നെ ഇന്നാൾക്ക് പൗഡറിൻ്റെ കളിച്ചപ്പം എന്തോ കരടി കളിക്കാണോ പോകുന്നതെന്നൊക്കെ നിങ്ങൾ ചോദിച്ചവരുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഓരോരുത്തരും നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും നമ്മുടെ ഈ ചുണ്ടിന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്ന് ആരെങ്കിലുമൊക്കെ നോക്കത്തില്ലേ പിള്ളേർ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു അടിപൊളി നാട്ടുവൈദ്യം കേട്ടോ, നമ്മുടെ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞ് മുത്തശ്ശിക്കുട്ടെന്നൊക്കെ പറയത്തില്ലേ, ഇതൊക്കെ ചെയ്താൽ മതി കേട്ടോ. സുന്ദരമാവും നമ്മുടെ ചുണ്ടുകളൊക്കെ. സത്യമായിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ അന്നൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ അങ്ങനെ ശ്രദ്ധിക്കത്തില്ല. എന്നോട് ആരോ ചോദിച്ചല്ലോ, ചുണ്ടിൻ്റെ ആണോ വായയുടെ എന്തോ എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോഴതാണ് ഞാൻ ചെയ്തത്. പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് നമ്മുടെ കഥകളൊക്കെ. അപ്പോഴും ചുണ്ടൊക്കെ സുന്ദരമാക്കിയല്ലോ. ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാമല്ലോ. അപ്പോഴെല്ലാവരും ഈ ടിപ്പൊക്കെ ചെയ്ത് നോക്കണം. നമ്മുടെ സുന്ദരമായിട്ടുള്ള ചുണ്ടുകളൊക്കെ എല്ലാവരും കണ്ട് അന്നേരം ചോദിക്കും നിങ്ങൾ എന്താണ് ചെയ്തതെന്ന്. അപ്പോഴും നമുക്ക് പറഞ്ഞു കൊടുക്കണം. സുപ്പ പറഞ്ഞു തന്നെന്ന് പറയണം ഈ സംഭവം ആരെങ്കിലും ചോദിച്ചാൽ. പിന്നെ 1-2 പ്രാവശ്യം കൊണ്ട് നിർത്തരുത്, തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക, വ്യത്യാസം എന്തായാലും കിട്ടും കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി നമ്മുടെ മുത്തശ്ശിക്കൂട്ടാണ് ഇത് കേട്ടോ. നമ്മുടെ കുഞ്ഞിക്കിളി ഉണ്ടല്ലോ, നമ്മുടെ കുഞ്ഞിക്കിളി ഇതേ ശംഖുപുഷ്പത്തിനകത്ത് വീണ്ടും കൂട് വയ്ക്കുന്നു. മുട്ടയിടാറായെന്ന് തോന്നുന്നു. വലിയ അവളുമാർ ഈ നാരൊക്കെ കൊണ്ടുവരുന്നത്. നാരൊക്കെ കൊണ്ടുവച്ചാണ് നമ്മുടെ ഇതിനകത്ത് കൂട് കൂട്ടുന്നത്. ഇന്നാളത്തെ കൂട് പോയി കേട്ടോ. ഇപ്പം രണ്ടാമതും എനിക്ക് തോന്നുന്നു കൂട് വയ്ക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം അങ്ങോട്ട് നോക്കുന്നത് ഇവളുമാർ ചീറിപ്പാഞ്ഞാൽ കൂട് ശരിയാക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് ഓടി വരുന്നതാണ്. പെട്ടെന്ന് പോവുകയും ചെയ്യും. പോയി അവിടെ പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ വലിയ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല. കുഞ്ഞു വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.